വെൽക്കം ടു ജസീസ് കിച്ചൺ. ഇന്ന് ഞാനൊരു ടിപ്സ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതേപോലുള്ള ഗമ്മുകളൊക്കെ നമ്മുടെ കയ്യിലായിട്ടുണ്ടെങ്കിൽ അത് പോക്കിയെടുക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ എങ്ങനെ എളുപ്പത്തിൽ നമുക്കിത് പോക്കിയെടുക്കാന്നുള്ള വീഡിയോ ആണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള ഗം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ആവുമ്പോൾ അത് പോക്കിയെടുക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ പോക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും എടുത്ത് നമ്മുടെ ഗമ്മായിട്ടുള്ള ഭാഗത്ത് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ നന്നായി ഒന്ന് തിരുമ്മിയെടുക്കുക. കൈ ഒന്ന് ഇളക്കി കൊടുത്ത് ആ ഉപ്പുമായിട്ടൊന്ന് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ ഒന്ന് വിട്ട് കിട്ടും. അപ്പോൾ പിന്നെ ഇതിന്റെ ഗമ്മിന്റെ ബാക്കി ഭാഗം നമ്മുടെ ഈ വിരലിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പോക്കിയെടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബറിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വിരലിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. നമ്മുടെ ഗമ്മായ ഭാഗത്തൊക്കെ നന്നായി ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. ഇങ്ങനെ സ്ക്രബ് ചെയ്തെടുക്കുമ്പോൾ ഒരുവിധം ഗമ്മൊക്കെ പോയി കിട്ടും. ഇനിയും കുറച്ചും കൂടിയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഗമ്മ് പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്ത് നന്നായി വീണ്ടും ഇതേപോലെ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മളിത് പോകുന്നത് വരെ സ്ക്രബ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഗമ്മൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ അല്ലാതെ പോയി കിട്ടാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ഇതേപോലുള്ള നമ്മുടെ പാത്രം കഴുകുന്ന സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലുള്ള ഗമ്മൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇതേപോലുള്ള സൂപ്പർ ഗ്ലൂ, ഫെവിക്വിക് ഇങ്ങനത്തെ ഗമ്മുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ഒരു സ്ക്രബ്ബറും ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഗമ്മൊക്കെ പെട്ടെന്ന് തന്നെ പോക്കിയെടുക്കാൻ കഴിയും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.